വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപം തോണിച്ചാൽ സ്വദേശിയായ വികാസ് മഹാദേവ് വീടിൻ്റെ പേരിൽ വലിയൊരു കൗതുകം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. തേജനയെന്നാണ് മീനങ്ങാട് പോളിടെക്നിക് കോളേജിൽ അധ്യാപകനായ വികാസ് മാധവ് തൻ്റെ സ്വപ്ന സൗധത്തിന് നൽകിയ പേര്. വീടിൻ്റെ പേര് പോലെ തന്നെ കൗതുക കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഇടമാണ് വികാസിൻ്റെ സ്വപ്നഭവനവും. മുളയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് തേജന. മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് തേജന എന്നതിൽ കൂടുതൽ യോജിക്കുന്ന മറ്റൊരു പേരിടാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഭിത്തികളും മേൽക്കൂരയും മണ്ണും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ കുളിർമ പൊഴിയുന്ന ഇൻറ്റീരിയറാണ് തേജനയുടെ പ്രധാന ആകർഷണം. താഴത്തെ നിലയിൽ സ്പേഷ്യസ് ആയ 2 ബെഡ്റൂമുകളുണ്ട്. ഇതിലൊരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. സ്റ്റെയർ കേസിന് താഴെയാണ് കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നത്. വാഷ് ഏരിയയും ഇതിനോടൊപ്പമാണ് വരുന്നത്. സമകാലീന കോൺക്രീറ്റ് വീടുകൾക്ക് വേണ്ടി ഒരുക്കുന്ന തരത്തിലുള്ള അടിത്തറയാണ് വീടിനായി ഒരുക്കിയത്. തറയുടെ ബെൽറ്റ് വാർത്തപ്പോൾ കമ്പിക്ക് പകരമായി മുളയാണ് ഉപയോഗിച്ചത്. ഭിത്തിയുടെ നിർമ്മാണത്തിലും മേൽക്കൂരയുടെ നിർമ്മാണത്തിലുമെല്ലാം മുള തന്നെയായിരുന്നു ഉപയോഗിച്ചത്. വീടിൻ്റെ കോണുകളിലെല്ലാം തൂണുകൾ നൽകി ഇതിന് മുകളിൽ സ്ലാബ് വാർക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് ചുമരിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. സംസ്കരിച്ചെടുത്ത മുളയാണ് ഭിത്തി നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന വസ്തു. മെടഞ്ഞെടുത്ത മുളയ്ക്ക് മുകളിലായി ചിക്കൻ മെഷ് ഉപയോഗിച്ച് പതിക്കും. അതിന് മുകളിലായി ഗ്യാപ്പ് ഫില്ല് ചെയ്ത ശേഷം ഫെറോ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചു. ഇതിന് ശേഷമാണ് കുമ്മായവും ശർക്കരയും കളിമണ്ണും ചെമ്മണ്ണും ഉലുവാപ്പൊടിയും ചേർത്ത മിശ്രിതം പ്ലാസ്റ്ററിങ്ങിനായി ഉപയോഗിച്ചത്. മണ്ണിന് ഉറപ്പ് നൽകാനാണ് കുമ്മായവും ശർക്കരയും ഉലുവാപ്പൊടിയുമെല്ലാം ഉപയോഗിച്ചത്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് അടുക്കള. അടുക്കളയ്ക്ക് പിന്നിൽ വർക്ക് ഏരിയയുമുണ്ട്. ഇൻറ്റീരിയറിലെ ഭിത്തികളെല്ലാം കുമ്മായവും ശർക്കരയും കളിമണ്ണും ചെമ്മണ്ണും ഉലുവാപ്പൊടിയും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് പ്ലാസ്റ്റർ ചെയ്തത്. പുറം ഭിത്തി മാത്രം സിമൻറ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യായിരുന്നു. ഭിത്തികൾക്ക് മണ്ണിൻ്റെ ടെക്സ്ചർ ലഭിക്കുന്നതിനായി മഡ് വാഷ് കൂടി നടത്തി ഫിനിഷ് ചെയ്യുകയായിരുന്നു. മുകൾ നിലയിലേക്ക് നീളുന്ന സ്റ്റെയർ കേസാണ് ലിവിങ്ങിലെ പ്രധാന ആകർഷണം. കാറ്റാടി മരത്തിൻ്റെ കഴകൾ പോളിഷ് ചെയ്തെടുത്താണ് സ്റ്റെയർ കേസിൻ്റെ കൈവരികളായി മാറ്റിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി ചെന്നെത്തുന്നത് മുകൾ നിലയിലെ സ്പേഷ്യസായ ലിവിംഗ് ഏരിയയിലാണ്. സ്വാഭാവിക വെളിച്ചം പരമാവധി നേരിട്ട് കിട്ടുന്ന രീതിയിലാണ് മുകളിൽ നിലയുടെ നിർമ്മാണം. മുകളിലെ നിലയുടെ പുറംഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൃത്താകാരമായ ഗ്ലാസുകളിലൂടെ എത്തുന്ന പ്രകാശം സ്റ്റെയർ കേസിൻ്റെ ലാൻഡിംഗ് ഏരിയയിലും സ്റ്റെയർ കേസ് കടന്നെത്തുന്ന ലിവിങ്ങിലും സ്വാഭാവിക വെളിച്ചത്തെ തടസ്സമില്ലാതെ നേരിട്ടെത്തിക്കുന്നു. മേൽക്കൂരയുടെ വലതുവശത്തെ ചതുരാകൃതിയിലുള്ള ഗ്ലാസ്സിലൂടെയും പ്രകാശം ഇവിടെ എത്തുന്നുണ്ട്. മുകൾ നിലയിലെ സ്പേഷ്യസായ 2 ബെഡ്റൂമുകളും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. ഡിസൈൻ മികവിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ കാഴ്ചകൾ. മുകളിലെ നിലയിലെ 2 ബെഡ്റൂമുകളിലും ഭിത്തിക്ക് പകരം മേൽക്കൂരയിലാണ് ജനൽ സ്ഥാപിച്ചിരിക്കുന്നത്. മുറിക്കുള്ളിൽ നിൽക്കുമ്പോൾ ജനൽ ഭിത്തിയിലാണെന്ന തോന്നൽ ഉണ്ടാകുമെങ്കിലും വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂവിൽ മേൽക്കൂരയിൽ ബോക്സിനുള്ള ജനൽ ദൃശ്യമാണ്. വീടിൻ്റെ 2 വശങ്ങളിലെ മേൽക്കൂരയിലും ഇത്തരത്തിൽ 2 ജനാലകൾ വീതമുണ്ട്. ഈ ജനാലകളുടെ മുകളിൽ ഭാഗത്ത് ത്രികോണാകൃതിയിൽ പെയിൻ ഗ്ലാസ് ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ജനൽ തുറക്കാതെ തന്നെ ആവശ്യത്തിന് സ്വാഭാവിക വെളിച്ചം മുറിക്കുള്ളിൽ ലഭിക്കും. മുകൾ നിലയിലെ പുറംഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൃത്താകാരമായ ഗ്ലാസ്സിലൂടെ എത്തുന്ന പ്രകാശവും കൂടി ലഭിക്കുന്ന ലിവിംഗ് റൂമിൻ്റെ വലതുഭാഗത്ത് വശത്തെ ബെഡ്റൂമിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിലുള്ള 2 കിടപ്പുമുറികളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വീടിൻ്റെ തറയിൽ മണ്ണിൻ്റെ കളറുള്ള ടെറാക്കോട്ട് ടൈലാണ് പാകിയിരിക്കുന്നത്. ഇൻറ്റീരിയർ ഭിത്തിയിലെ മ്യൂറൽ ചിത്രങ്ങൾ മനോഹരമായ കാഴ്ച പകർന്നു നൽകുന്നുണ്ട്. വീടിൻ്റെ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ ചെമ്മണ്ണ് വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കുഴിച്ചെടുക്കുകയായിരുന്നു. 110ഓളം മുളകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. 2200 സ്ക്വയർ ഫീറ്റുള്ള കോൺക്രീറ്റ് വീടിന് 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ചിലവ് വരുമ്പോൾ മുളയും മണ്ണും ഉപയോഗിച്ച് പണിത ഈ വീടിന് 30 ലക്ഷം രൂപ മാത്രമാണ് ചിലവായത്. കമ്പിയും മണലും ഒഴിവാക്കി പ്രാദേശികമായി ലഭിക്കുന്ന മണ്ണും മുളയും ഉപയോഗിച്ചതാണ് നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ സഹായിച്ചത്. വീടിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് മീനങ്ങാടി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ്. പ്രകൃതിക്കിണങ്ങിയ വീട് നിർമ്മിച്ചതിന് വികാസ് മഹാദേവനെ എടവക ഗ്രാമപഞ്ചായത്ത് പ്രശസ്തി പത്രം നൽകി ആദരിക്കുകയുണ്ടായി. സാധാരണയായി ആനമുളയോ കല്ലൻമുളയോ ആണ് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ബലമില്ലാത്തതിനാൽ മഞ്ഞമുള സാധാരണ ഉപയോഗിക്കാറില്ല. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മുള ബോറിക് ആസിഡും ബൊറാക്സും ചേർത്ത ലായനിയിൽ 2 ദിവസത്തോളം മുക്കിയിടാറുണ്ട്. മുളയ്ക്ക് കരുത്ത് വർദ്ധിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ ബോറിക് ആസിഡും ബൊറാക്സും ചേർത്ത ലായനി കൊണ്ട് മുള വാഷ് ചെയ്യുക മാത്രമേ ചെയ്യാറുള്ളൂ. സൗകര്യം ലഭ്യമാണെങ്കിൽ ബോറിക് ആസിഡും ബൊറാക്സും ചേർന്ന ലായനിയിൽ മുക്കി വയ്ക്കുന്നതിന് മുമ്പായി വാക്വം ചേമ്പറിൽ 1 ദിവസം മുള സൂക്ഷിക്കുന്നത് നല്ലതാണ്.
പല കഷ്ണങ്ങളായി നെടുകെ ചീന്തിയതിന് ശേഷമാണ് മുള സംസ്കരിക്കുന്നത്. കമ്പിക്ക് പകരമായി മുള ഉപയോഗിച്ച് മേൽക്കൂര വാർക്കാമെന്നത് ചിലവ് കുറവിന് സഹായകമാകും. ഏത് ആകൃതിയിലും വേണമെങ്കിലും വളയ്ക്കാമെന്നുള്ളതാണ് മുളയുടെ ഏറ്റവും സൗകര്യപ്രദമായ സവിശേഷത. ഇൻറ്റീരിയർ ഭിത്തിയിലെ മനോഹരമായ മ്യൂറൽ ചിത്രങ്ങൾ കാഴ്ച പകർന്നു നൽകുന്നുണ്ട്. വികാസിൻ്റെ സുഹൃത്തു കൂടിയായ ദ്വാരക സ്വദേശിയായിരുന്ന നിജിലേഷാണ് ചുമരിലെ മ്യൂറൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമിൽ വരെ സെൻട്രലൈസ്ഡ് FM റേഡിയോ കണക്ഷനുണ്ട്. വൈദ്യുതി ലൈൻ കൂടാതെ ഒരു സോളാർ ലൈൻ കൂടി വീട്ടിലുണ്ട്. ഒരു മുറിയിലെ ഒരു ലൈറ്റ് ഈ സോളാർ പാനലുമായി ബന്ധിച്ചിട്ടുമുണ്ട്. പൂർണ്ണമായും വാസ്തുവിധി പ്രകാരമാണ് തേജന ബാംബുവില്ല നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കനേഷ്യയിൽ വികാസം പ്രാപിച്ച പഗോഡ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന ഡിസൈനിലാണ് വീടിൻ്റെ മേൽക്കൂര ഒരുക്കിയിരിക്കുന്നത്. വീടിന് വ്യത്യസ്തവും കൗതുകകരവുമായ കാഴ്ച സമ്മാനിക്കുന്നത് മേൽക്കൂരയിലെ പരീക്ഷണം തന്നെയാണ്. മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കാതെ മുഴുവനായി ഒഴുകിപ്പോകുന്നതാണ് ഈ ഡിസൈനിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. മേൽക്കൂരയെ ഭിത്തിയുമായി താങ്ങി നിർത്തുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആരക്കാലുകൾ പുറംകാഴ്ചയിൽ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്നു. പഴയകാല പോർച്ചുഗീസ് നിർമ്മാണ ശൈലിയിലാണ് ആരക്കാലുകൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. തേജന എന്ന് പറഞ്ഞാൽ ആ ഒരു ബാംബു ഹൗസിലേക്ക് എങ്ങനെയാണ് താങ്കൾ അതിനകത്തേക്ക് ആകർഷിച്ചത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ? സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് ഏതൊരുത്തൻ്റെയും സ്വപ്നമാണ്. ഞാനൊരു 2010 തോന്നുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു 2014 കൂടി അതിലേക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്തി. അപ്പോൾ ഏതൊരാളെയും പോലെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത വേണമെന്ന് തോന്നി. കാരണം ഞാനൊരു പോളിടെക്നിക്കൽ അധ്യാപകനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം തോന്നി. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇഷ്ടിക ഉപയോഗിക്കാതെ തേക്കാതെ ലാറി ബേക്കർ സ്റ്റൈലിലൊക്കെ വീടുണ്ടാക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ, എൻ്റെ ഒരു സുഹൃത്തായ ജോർജിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. മീനങ്ങാടിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടുമുട്ടുന്നത്. ആകസ്മികമായ ഒരു കണ്ടുമുട്ടലായിരുന്നു. അപ്പോൾ ജോർജ് സ്വന്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടായി. അന്ന് തന്നെ ഞാൻ ജോർജിൻ്റെ വീട് പോയി കാണുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കവുങ്ങുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. കവുങ്ങുകൊണ്ട് പൂർണ്ണമായും നിർമ്മിക്കുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ ജോർജ് അതിൻ്റെ ഒരു പ്രാരംഭ നടപടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പണി തുടങ്ങിയിട്ടൊരു ഏതാണ്ട് 6 മാസത്തോളമായി. പക്ഷേ അതിൻ്റെ ഒരു ബേസ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ജോർജിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു വീട് നിർമ്മിക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ജോർജ് പറഞ്ഞു നമുക്ക് എന്നാൽ എന്തെങ്കിലും ഉള്ള രീതിയിൽ പുതിയൊരു രീതിയിൽ ചെയ്താലോ. അങ്ങനെ കവുങ്ങ് എന്തായാലും വേണ്ട, നമുക്ക് വയനാട്ടിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ആ സമയത്ത് മുള ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഞാൻ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ട് മുള ഉപയോഗിച്ചിട്ട് പണ്ട് ബ്രിട്ടീഷുകാർ പാലങ്ങളൊക്കെ വാർത്തത് മുള ഉപയോഗിച്ചിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമത്തിലുള്ള പഴയ ചെറ്റക്കുടലുകളൊക്കെ പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുള വെച്ച് മെടഞ്ഞ അതിൻ്റെ ഇപ്പുറത്ത് മണ്ണ് തേച്ച രീതിയിലുള്ള നിർമ്മാണമായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മുളയിലേക്ക് പോകാമെന്ന് അങ്ങനെയാണ് ചിന്തിച്ചത്. അത് ഏതാണ്ടൊരു 6 മാസത്തോളം എടുത്തു. 2014 ഒരു നവംബർ 13 ഞാൻ എൻ്റെ സ്വപ്നാഗ്രഹമായ ഈ തേജനയിലേക്ക് മാറി. ഇപ്പോൾ തേജന എന്ന് പറഞ്ഞാൽ തന്നെ സംസ്കൃതിയിൽ മുള എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എങ്ങനെയാണ്. നമുക്കറിയാവുന്നതുപോലെ തേജന ആദ്യം സാറിൻ്റെ ഒരു വീടായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു റിസോർട്ട് പോലെ, ഒരു ഹോം സ്റ്റേ പോലെയാണ്. എന്താണ് ആ സർവീസ് വില്ല, അതായത് ആ ഹോം ടു ഹോം സ്റ്റേ, ആ കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 2014 നവംബറിലാണ് ഈ ഒരു തേജന എന്ന ഇത് എന്താണ് എൻ്റെ ഒരു ഭവനം ഞാൻ പൂർത്തീകരിച്ചത്. അതിനുശേഷം വീട്ടിലെ അംഗങ്ങൾ വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണെങ്കിൽ ഒരു 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനമാണ്. എന്തുകൊണ്ടോ ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കാണാനും ഒക്കെ തുടക്കം മുതലേ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഇതിൽ കുറേ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ അതിൽ പിന്നെ വരച്ചിരുന്നു. അപ്പോൾ വന്നവരിൽ പലരും ഈ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടും, വയനാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഇവിടെ താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ പര്യാപ്തമായ ഒരു ഇതാണ്. അപ്പോൾ പലരും പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് താഴത്തെ റൂം കൊടുത്ത് മുകളിലത്തെ റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു രീതി അങ്ങനെയായിരുന്നു. പക്ഷേ മുകളിലത്തെ റൂം മാത്രം കൊടുത്തുകൊണ്ട് താഴെ ഞങ്ങൾ താമസിക്കുക എന്ന് പറയുന്നത് എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെയാണ് ഞാനത് സർവീസ് വില്ലയിലേക്ക് മാറി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് വില്ലയാണ്
വരുന്നവർക്ക് എല്ലാ റൂമുകളും കൊടുക്കാറുണ്ട്, കിച്ചൺ ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. ആ രീതിയിലേക്ക് മാറി. തുടക്കത്തിൽ തന്നെ താമസിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവാ സുരേഷാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് താമസിച്ചത്. നമ്മുടെ തേജനയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? തേജന എന്ന് പറയുന്നത് സർവീസ് വില്ലയാണ്. ഹോം സ്റ്റേയും സർവീസ് വില്ലയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പറയുകയാണെങ്കിൽ ഇത് താക്കോല് ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഇത് നോക്കാനൊരു കെയർടേക്കറുണ്ട്. അതേപോലെ അടുക്കള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ തന്നെ എല്ലാവിധ പാത്രങ്ങളും അതുപോലെ ഗ്യാസ് അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു 5 റൂമാണുള്ളത്. 20 പേർക്ക് വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവിടെ താമസിക്കാം. അതിൽ AC റൂമും കൂടി അവൈലബിൾ ആണ്. അതുപോലെ ടൂറിസ്റ്റുകളുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്യാമ്പ് ഫയർ വേണം ചെയ്ത് കൊടുക്കും. പിന്നെ ട്രെയിനുകളിൽ ചെന്നൈയിലും അവിടുന്ന് ഇവിടുന്നൊക്കെ വരാറുണ്ട്. അവർക്ക് വേണമെങ്കിൽ വണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഗൈഡിനെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മറ്റുള്ള ഒരു വയനാട് വിസിറ്റ് കാണിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വേറെ രീതികളിലുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ കൂടി നമ്മൾ സ്ഥിരം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്ഥിരം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ മാത്രമേ അവർ കൊണ്ടുപോകാറുള്ളൂ. ഇതല്ലാതെ ലോക്കലിൽ തന്നെ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ, കുറുമ്പാലക്കോട്ട പോലെയുള്ള നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തലേദിവസം ഒരു ഉച്ച കഴിഞ്ഞായിരിക്കും വരുന്നത്. അവർക്കൊരു 5 മണിക്ക് മുനീശ്വരം ഒന്ന് കണ്ട് തേജനയിൽ വന്ന് വിശ്രമിച്ച് അന്നത്തെ ദിവസം ക്യാമ്പ് ഫയറോടുകൂടി ഹാൾട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് കുറുമ്പാലക്കോട്ടയിൽ സൂര്യോദയം കാണാൻ ഉള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതേപോലെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം അവിടെ വെച്ച് കഴിക്കാം, അല്ലാത്തവർക്ക് ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർക്ക് ഒരു ഹോം സ്റ്റേ എന്നുള്ള ഒരു സ്വന്തം വീട് പോലെ എന്ന് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന പറഞ്ഞാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വരാറുണ്ട്. ഇനിയിപ്പോൾ ടൂറിസ്റ്റ് സീസണാണ്. പിന്നെ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഇല്ലി കൊണ്ടൊക്കെയാണല്ലോ വീടുണ്ടാക്കുന്നത്, എത്ര കാലം നിൽക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, നമ്മളെക്കാളും അതിന് ആയുസുണ്ടാകുന്നത്. ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ തണുപ്പ് മറ്റുള്ള വീടുകൾ താമസിക്കുന്നതിനേക്കാളും തണുപ്പ് അനുഭവപ്പെടും. പിന്നെ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ കംപ്ലീറ്റ് മഡാണ്. എന്തൊക്കെയാണ് പുതിയ ഐഡിയാസ് മനസ്സിലുള്ളത്? പുതിയ ഐഡിയാസ് പറയുകയാണെങ്കിൽ എന്തായാലും കേരളം വിട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് പോവുകയാണ്. മൈസൂരിലെ സർഗൂർ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഒരു ബീച്ചനഹള്ളിയുടെ റിവർ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്ത് 10 സെൻറ്റോളം സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ രീതിയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായി അവിടെ ഒരു വീട് പണിയാണെന്നുള്ളൊരു അവിടെ പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പുതിയ രീതിയിലുള്ള ഈ 2 രീതികളിലും ഇപ്പോൾ ഞാൻ വേറൊരു പുതുതായിട്ടൊരു ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു വീട് പണിതു. അവിടെ എന്ന് പറയുകയാണെങ്കിൽ 100 വർഷം പഴക്കമുള്ള വീട് പൊളിച്ചിട്ട് റോഡ് വീതി കൂട്ടിയപ്പോൾ എനിക്ക് പണിയേണ്ടി വന്നതാണ്. ആകസ്മികമായിട്ട് അതും എനിക്ക് പണിയേണ്ടി വന്നതാണ്. അപ്പോൾ താഴെയുള്ള ബേസിൽ അടിത്തറ ഒരിക്കലും വികസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ 2 നില വീടാണ് പണിത്. അപ്പോൾ മുകളിലത്തെ നില മുഴുവനും ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു ബൈസൺ ബോർഡ് വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. അതും ഒരു ഐഡിയ തന്നെയാണ്. അതും ഒരു ഐഡിയ തന്നെയാണ്. ചിലവ് കുറയ്ക്കാനുള്ളതും അതേപോലെ സ്പേഷ്യസ് ആയിരിക്കും. റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിരിക്കും. ഭവനത്തിലേക്ക് എന്തായാലും ഞങ്ങൾ വരുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്നോടൊപ്പം ചോദിച്ചു പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായ ശ്രീ അഖിലിന് എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഈ ചാനൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ തേജനയെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ? തേജനേൻ്റെ വ്യൂസും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പിന്നിലുള്ള നമ്മുടെ വികാസാറിൻ്റെ ഉള്ള അനുഭവങ്ങളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും അല്ലേ? അപ്പോൾ അതിനുള്ള നമ്പറുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷനും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പാച്ചും കോലൻ സൈനിങ് ഓഫ്.